പണം പോയാലും പവർ വരട്ടെ. ഹൊറർ ത്രില്ലർ ഫിലിമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക്, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ കണ്ടിട്ട് 2 സിനിമ കണ്ടിട്ടുള്ളൂ ജീവിതത്തിന്റെ ആദ്യമായിട്ട്. ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു മൂവി വ്ളോഗാണ് കേട്ടോ. ഡിസയർ എന്ന മൂവിന്റെ റിവ്യൂ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ കഴിഞ്ഞ വ്ളോഗില് എന്നെ, നിന്റെ അച്ഛനാണെങ്കിൽ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, കുറെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അമ്മ? അതെ, ഞാൻ കണ്ടിട്ട് 2 സിനിമ കണ്ടിട്ടുള്ളൂ ജീവിതത്തിന്റെ ആദ്യമായിട്ട്. ഒന്ന് അതെന്നാട്ടാ കുറ്റം പറഞ്ഞിട്ട് ആളെടുത്താൻ ചോദിക്കാം. പിന്നെ ഒന്ന് സ്പടികം, മോഹൻലാലിന്റെ അടിപൊളി സൂപ്പർ പടമാണ്. എനിക്ക് സ്റ്റണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ സിനിമ കണ്ടത് 31 വർഷത്തിൽ 2 സിനിമ കാണിച്ചു തന്നു. പിന്നെ എന്റെ മക്കള് വന്നിട്ടാണ് 2 വർഷം മുമ്പ് സച്ചു 2 പേരും കൂടി തുടരും കാണിച്ചു തന്നു. തുടരും നീ. പിന്നെ അവള് വന്ന് 2.0 രജനീകാന്തിന്റെ ഇന്ദ്ര 2.0 അത് കണ്ടു. എന്താണ് ഒന്നിനും പറയണ്ട, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലിന്റെ പുതിയൊരു സിനിമയാണ്. ഇന്നലെയാണ് റിലീസായത്, അതായത് നൈറ്റ് ആയിരുന്നു കേട്ടോ റിലീസ് ചെയ്തത്. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ക്രോധത്തിന്റെ നാൾ അങ്ങനെയൊക്കെയാണ്. അതായത് ദിവ്യമായ ക്രോധത്തിന്റെ നാൾ, അല്ലെങ്കിൽ നമുക്ക് ക്രോധത്തിന്റെ ദിവസം എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ഈ ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ഗീതം. ക്രോധത്തിന്റെ നാൾ, ദിവ്യമായ അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയാലോ, ഒരു പ്രേതം അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഹൊറർ ഫിലിമാണ് നമ്മളെ ഡിസയർ എന്ന് പറയുന്നത്. പ്രണവ് മോഹൻലാലിനെ നല്ല രീതിക്ക് എല്ലാവരും റിവ്യൂസ് പറയുന്നുണ്ട്, നല്ല ആക്ടിങ് ആണ്, ആള് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ പൈസ നമുക്കൊരു വിഷയമല്ല, പൈസയൊക്കെ നമ്മള് ഇപ്പൊ ഉള്ള സമയം നമ്മളെ എൻജോയ് ചെയ്യുക. പൈസയൊക്കെ എന്ന് വരും, നാളെ ചിലപ്പോ നമ്മൾ പണം പോയാലും പവർ വരട്ടെ. അച്ഛാ എന്താണ് എന്തെങ്കിലും പറയ്, അഡ്ഡിസക്ക വീട്ടിൽ പോയിട്ട് ഒരു അടി കൊടുത്തു. സോറി മമ്മിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാട്ടോ. അപ്പൊ ഡിസയർ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ഇനിയിപ്പോ കാണാൻ പോകുന്നവർ വീഡിയോ കണ്ടിട്ട് എന്തായാലും വെക്കോട്ടാ, കാരണം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പറ്റിയ മൂവിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സിനിമ കണ്ടിട്ട് അമ്മ അഭിപ്രായം പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. അമ്മക്ക് വിശക്കണ പറഞ്ഞപ്പോ എനിക്കൊരു കോഫി മേടിച്ചു, അച്ഛന് ചായ. ഇവിടെ ചായ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഇതാ ഒരു ചായ, ഒരു എഗ് പഫ്സ് സ്പെഷ്യൽ കേട്ടോ. അങ്ങനെയുണ്ട്. എനിക്കൊരു കോഫി. ഞാനൊരു കോഫി ലവറാണ് കേട്ടോ. അപ്പോൾ കോഫി ലവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. മുട്ട പപ്സ് കഴിച്ചിട്ട് ഇതാ മുഖത്തൊക്കെ ആയി. അപ്പൊ മുട്ട പപ്സ് കഴിച്ചിട്ട് മുഖത്ത് നന്നായിട്ട് കഴിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. അപ്പോ നമ്മള് സിനിമ ഇപ്പൊ കഴിഞ്ഞിറങ്ങിയിട്ടാ. അമ്മ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. ആ ഒരു പേടിച്ചാ സിനിമ വിചാരിക്കാത്തൊക്കെ ഓരോന്നൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണല്ലേ അല്ലേ? എന്താന്നിട്ട് അഭിപ്രായം? അപ്പൊ സിനിമ കഴിഞ്ഞ് ഇറങ്ങി, ഒരു ഹൊറർ ത്രില്ലർ ഫിലിമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് നല്ല അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സേവിയർ, ഫുൾ നെയിം അറിയില്ല, നിങ്ങളൊക്കെ വിക്കിപീഡിയ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ആയിക്കോട്ടെ, മൊത്തത്തിൽ ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് 2 മണിക്കൂറിന് അടുപ്പിച്ച് സിനിമയുള്ളൂ, പക്ഷെ എന്തായാലും ഒന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കാരണം ഹൊറർ ത്രില്ലർ ഫിലിമാണ്. പിന്നെ നമ്മുടെ പ്രണവിന്റെ ആ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെയാണ്. അപ്പോൾ നല്ല രീതിക്ക് ആളെ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വേറൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ. ഓക്കെ.